നമസ്കാരം ശ്രീജിത്ത് പണിക്കർ. നമസ്കാരം. ഈ നരേന്ദ്രമോദി സർക്കാരിനെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കാൻ രാഹുൽ ജോർജ് സൊറോസ് കൂട്ടുകെട്ട് സജീവമാണെന്ന ആരോപണങ്ങൾ ബി.ജെ.പി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മുന്നോട്ട് വെച്ചതാണ്. അതൊരു പക്ഷേ നരേന്ദ്രമോദിയെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യത്തിലേക്കൊക്കെ ഈ കൂട്ടുകെട്ട് പോകുന്നു എന്നുള്ള ആരോപണവും ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പുതുതായി ഈ ഒരു സംഘത്തിൽ പറഞ്ഞു കേൾക്കുന്ന പേര് OCCRP എന്ന സംഘടനയെ കുറിച്ചാണ് ഫ്രഞ്ച് മാധ്യമങ്ങളും അത് ശരിവെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു രാഹുൽ ഗാന്ധിയുടെ എത്രയോ കാലത്തെ ആഗ്രഹമായ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള കുറുക്കുവഴി എന്നതിനപ്പുറത്തേക്ക് ദേശ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഈ സംഘടന പ്രവർത്തിക്കുന്നു എന്ന ബി.ജെ.പിയുടെ ആരോപണം എത്രത്തോളം ശരിവെക്കാം, അല്ലെങ്കിൽ ഇത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റുമായി വരെ ഈ സംഘടനയ്ക്ക് ബന്ധമുണ്ട് എന്ന ബി.ജെ.പിയുടെ ആരോപണവും എത്രത്തോളം ശരിയാണ്? താങ്കൾക്ക് അതൊക്കെ നോക്കി കണ്ടപ്പോൾ എന്താണ് മനസ്സിലായത്? എന്താണ് പറയാൻ? ലക്ഷ്മി, ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ജോർജ് സോറോസിൻ്റെ താല്പര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പലപ്പോഴും പല സ്വതന്ത്രരായിട്ടുള്ള ഏജൻസികളോ മാധ്യമങ്ങളോ ഒക്കെ തന്നെ വിലയിരുത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ജോർജ് സോറോസിനെ പറ്റി ഒരുപക്ഷെ ഇന്ത്യയിലുള്ള പൊളിറ്റീഷ്യന്മാർ, പ്രത്യേകിച്ച് BJPയുടെ പൊളിറ്റീഷ്യന്മാരൊക്കെ തന്നെ അദ്ദേഹത്തെ എതിർത്ത് സംസാരിക്കുന്നതിനേക്കാൾ വളരെ മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പല വ്യക്തികൾ, പല യൂട്യൂബ് ചാനലുകളിലൊക്കെ തന്നെ സോറോസിൻ്റെ ഇന്ത്യൻ താല്പര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ സോറോസ് ഇന്ത്യയിൽ ഒരുപക്ഷെ ഇന്ത്യ വിരുദ്ധ കാര്യങ്ങൾ ചെയ്യുന്നു, അതിൻ്റെ സ്പോൺസറായിട്ട് പ്രവർത്തിക്കുന്നു, അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികൾക്ക്, പല സംഘടനകൾക്കൊക്കെ ഫണ്ട് ചെയ്യുന്നുണ്ട്, ഈ പല സംഘടനകളും പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ദേശവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. അത് വ്യക്തികളുണ്ട്, സംഘടനകളുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ യൂട്യൂബ് ചാനലുകളടക്കം അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാരും തന്നെ അതിന് വലിയൊരു പ്രാധാന്യമൊന്നും തന്നെ കൊടുത്തിരുന്നില്ല. ആ സമയത്തെല്ലാം തന്നെ വലിയ ബിസിനസ് താല്പര്യങ്ങളുള്ള ഒരു വയോധികൻ എന്ന രീതിയിലൊക്കെ തന്നെയാണ് ജോർജ് സോറോസിനെ പറ്റി പറയാനായിട്ട് തുടങ്ങിയത്. പക്ഷെ പിന്നീട് പെട്ടെന്ന് ഒരു ഷിഫ്റ്റ് ഉണ്ടാവുകയാണ്. ആ ഷിഫ്റ്റ് ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ വിദേശകാര്യ മന്ത്രി തന്നെ വളരെ അപകടകാരിയായിട്ടുള്ള ഒരു വയോധികൻ എന്ന രീതിയിലത്തേക്ക് ജോർജ് സോറോസിനെ പറ്റി പറയുന്നുണ്ട്. അതൊരു അന്താരാഷ്ട്ര ഫോറത്തിൽ തന്നെ ശ്രീ ജയശങ്കർ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഒരു പക്ഷേ നമ്മുടെ ഗവൺമെൻറ് തന്നെ, അതായത് BJP പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ഗവൺമെൻറ് ജോർജ് സോറോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയെല്ലാം സീരിയസ് ആയിട്ട് വാച്ച് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതി നമുക്കെല്ലാവർക്കും തന്നെ കിട്ടിയത് ആ ഒരു സമയത്താണ്. ഒരുപക്ഷെ അതിനു മുമ്പും ഈ പറഞ്ഞിരുന്നതെല്ലാം തന്നെ കേവലം കോൺസ്പിറസി തിയറീസ് മാത്രമാണ്. ഇവിടെയുള്ള റൈറ്റ് വിങ് പൊളിറ്റീഷ്യൻസ് പോലും എടുക്കാത്ത, അവർ പോലും പറയാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞതെന്നൊക്കെയായിരുന്നു വലിയൊരു വിഭാഗം ആൾക്കാരും ധരിച്ചിരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിദേശത്തു നിന്നുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വിദേശകാര്യ മന്ത്രി തന്നെ സോറോസിനെതിരെ സംസാരിക്കുകയും അദ്ദേഹം വളരെ ഡേഞ്ചറസ് ആണ് എന്ന രീതിയിലത്തേക്ക് പറയുകയും ചെയ്യുമ്പോൾ അത് കേവലം രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പല്ല. കാരണം സോറോസിനെ രാഷ്ട്രീയമായിട്ട് ഇവിടെ ഇരുന്ന് എതിർക്കേണ്ടുന്ന ഒരു BJP പൊളിറ്റീഷ്യൻ ഒരുപക്ഷെ ഉണ്ടായേക്കാം. പക്ഷേ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അത് പറയുമ്പോൾ അതിന് കേവലം പൊളിറ്റിക്സ് അല്ല, രാജ്യ താല്പര്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടാണ് ജോർജ് സോറോസ് പ്രവർത്തിക്കുന്നത് എന്നത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ ആരോപണമല്ല, പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പൊസിഷനാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ആ ഒരു സാധ്യത, അതായത് ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്ക്, രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്, അല്ലാതെ കേവലം ബിസിനസ് താല്പര്യങ്ങൾ മാത്രമല്ല സോറോസിനെ നയിക്കുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പെർസ്പെക്റ്റീവിൽ വേണം ഒരുപക്ഷെ ഇപ്പോൾ വരുന്ന രാഷ്ട്രീയ ആരോപണങ്ങളെ കൂടി കാണാൻ. ഇപ്പോൾ ലക്ഷ്മി തന്നെ പറഞ്ഞതുപോലെ 3 എൻറ്റിറ്റികളാണ് അതിൽ വരിക. അതിൽ ഒരു എൻറ്റിറ്റി ജോർജ് സോറോസ് ആണ്, രണ്ടാമത്തെ എൻറ്റിറ്റി എന്ന് പറയുന്നത് OCCRP ആണ് എങ്കിൽ മൂന്നാമത്തെ എൻറ്റിറ്റി ആയിട്ട് രാഹുൽ ഗാന്ധിയാണ് പറയുക. അപ്പോൾ അത് കേവലമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണമാണോ, അതോ അതിനപ്പുറത്തേക്ക് സോറോസിൻ്റെ താല്പര്യങ്ങൾ ദേശവിരുദ്ധമാണോ എങ്കിൽ അതേ താല്പര്യങ്ങൾ രാഹുൽ ഗാന്ധിക്കും ഉണ്ടോ തുടങ്ങിയ രീതിയിലത്തേക്കുള്ള ചില ചോദ്യങ്ങളാണ് BJP പൊളിറ്റീഷ്യൻസ്, പ്രത്യേകിച്ച് സംബിത് പാത്രയെ പോലെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഇപ്പോൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫേസ് വാല്യൂവിൽ അതിനെ എടുക്കാൻ കഴിയുമോ, അതോ ഇത് കൂടുതലായിട്ടുള്ള അന്വേഷണം ആവശ്യമുള്ള കാര്യമാണോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പ്രസക്തമായി വരികയാണ്. ഇവിടെയുള്ള 1-2 കാര്യങ്ങൾ പ്രസക്തമാണ്. സോറോസിന് വലിയ രീതിയിലത്തേക്കുള്ള ബിസിനസ് താല്പര്യങ്ങളുണ്ട്. സോറോസിനെ പോലെയുള്ള ഒരാളിനെതിരെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു പൊസിഷൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് താല്പര്യങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് വലിയ സ്കോപ്പില്ല എന്നത് നമ്മുടെ രാജ്യം മനസ്സിലാക്കുന്നുണ്ട്, അദ്ദേഹവും അത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് ഒരു വശം. 2, BJP ഇപ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം അമേരിക്കൻ താല്പര്യങ്ങളാണ് മുൻനിർത്തി പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പൊസിഷൻ അമേരിക്കയ്ക്ക് ഏതൊക്കെ വിഷയങ്ങളിലുണ്ട്, ആ വിഷയങ്ങളിൽ മാത്രമാണോ ഇദ്ദേഹം ഇടപെടുന്നത്? അങ്ങനെയാണ് എങ്കിൽ ആ വിഷയത്തിൽ ഒരു നമ്മുടെ ഒരു ഐഡിയ ഫോർമേഷന് വേണ്ടിയിട്ടോ ഒരു നയരൂപീകരണത്തിന് വേണ്ടിയിട്ടോ ഒക്കെ തന്നെ അദ്ദേഹം BJP വിരുദ്ധരായിട്ടുള്ള പാർട്ടികളെ കരുവാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കുന്നുണ്ടോ, അവരുമായി സഹകരിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പ്രസക്തമായിട്ടുള്ള
ഡിസ്കഷനിലേക്ക് ഇനി വരേണ്ടതാണ്. ഇപ്പോൾ ഈ OCCRP പോലെയുള്ള ഒരു ഏജൻസി, ഒരു ന്യൂസ് ഏജൻസി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ന്യൂസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന അവരെ പറ്റി പറയുമ്പോൾ അവർ പലപ്പോഴും ഇന്ത്യയുമായി ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളും അവർ തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ കോവാക്സിൻ്റെ ഒരു ഡീല് ബ്രസീലുമായിട്ട് ഒരു ഡീലിലേക്ക് വരികയും പിന്നീട് ഒരു $multi-million ഡീലാണ്. അതിൽ നിന്ന് അവസാനം ബ്രസീൽ പുൾ ഔട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാധ്യത ഉണ്ടാകുന്നു. ആ സാഹചര്യം ഉണ്ടാവുകയും അത് പരസ്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പുറത്തു വരികയും ചെയ്തതിന് ശേഷം ഇവരെന്തോ കണ്ടുപിടിച്ചു എന്ന രീതിയിലത്തേക്ക് വലിയൊരു സംഭവമായിട്ട് പിന്നീട്, അതായത് ഒരു ജൂൺ മാസത്തിലാണ് ആ കരാർ ഇല്ലാതെയാകുന്നത് എങ്കിൽ അടുത്ത ജൂലൈയിൽ ഞങ്ങൾ എന്തോ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു വലിയ വാർത്ത ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വാർത്ത പോലും നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതിനെ പ്രൊജക്റ്റ് ചെയ്യാനാണ് എന്ന രീതിയിലത്തേക്കാണ് അതിനെ കൊണ്ടുവന്നിരുന്നത്. കോവാക്സിനുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും മൊത്തത്തിലുള്ള വാക്സിനേഷൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും പ്രതിപക്ഷവും ചില ലൈനുകൾ സ്വീകരിച്ചിരുന്നതിനെ പറ്റി നമുക്കറിയാം. ഇത് ഒരു വശത്ത്. രണ്ടാമത് പെഗാസസ് പോലെയുള്ള വിഷയങ്ങൾ വന്നിരുന്നു. ഈ ചാര സോഫ്റ്റ്വെയർ ഉണ്ട്, ഇസ്രായേലിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. അത് ഇവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തന്നെ വാങ്ങി അവർക്ക് താല്പര്യമില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരുടെ മൊബൈലുകളിൽ അതിനെ സീക്രട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നു, അവരെ വാച്ച് ചെയ്യുന്നു. ഇങ്ങനെയുള്ള വലിയൊരു ആരോപണം ഇവിടെ വന്നിരുന്നു. ഈ ആരോപണം വരുന്നതും ഇവിടെ നിന്നാണ്. വിദേശത്തുള്ള മാധ്യമങ്ങൾ, ഇപ്പോൾ വാഷിങ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനും ട്രേസ് ചെയ്യുമ്പോൾ അത് ഈ OCCRPയിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതൊരു വശം. ഇപ്പോൾ തന്നെ നടക്കുന്ന അദാനിയെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ എങ്ങനെ സമ്മർദ്ദത്തിലാക്കാം. അദാനി പറയുന്നത് അത് ഇന്ത്യൻ പ്രോബ്ലമാണ്, അതല്ലാതെ അതൊരു അമേരിക്കൻ പ്രോബ്ലം അല്ല. പക്ഷേ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് ഒരു അമേരിക്കൻ പ്രോബ്ലമാണ്. അദാനി അവിടെ ലോബി ചെയ്തിരിക്കുന്നത് തെറ്റായിട്ടുള്ള ചില കാര്യങ്ങളിലാണ്. അവിടുത്തെ ഇൻവെസ്റ്റർമാരെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വീണ്ടും അദാനിയെ ഉപയോഗിച്ചുകൊണ്ട് മോദിയെ ആക്രമിക്കാനായിട്ട് BJP പാർലമെൻറ്റിൽ അടക്കം ശ്രമിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ OCCRPയുടെ പൊസിഷനും ഇത് തന്നെയാണ്. ഇനി ഏതെങ്കിലും വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധി ഡിഫൻസിലായിട്ടുണ്ടെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധിയെ ന്യായീകരിക്കുന്ന രീതിയിലത്തേക്കുള്ള റിപ്പോർട്ടുകളും OCCRPയിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് BJP പൊളിറ്റീഷ്യൻസ്, സംബിത് പാത്രയെ പോലുള്ള ആൾക്കാരൊക്കെ തന്നെ പറയുന്നത് OCCRPയുടെയും ജോർജ് സോറോസിൻ്റെയും താല്പര്യങ്ങൾ ഫർദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ഉപകരണം, ഒരു ടൂൾ എന്ന നിലയ്ക്കാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം പൂർണ്ണമായി ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നും അത് കൂടുതൽ വാച്ച് ചെയ്യണമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷേപം അവിടെ നിന്ന് വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് കേവലം ഊഹാപോഹങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ കുറച്ച് കോയിൻസിഡൻസസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലത്തേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴോ നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ഒരു വാദമല്ല അത് കുറച്ചുകൂടി ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ്, ലോക്സഭയിലുള്ള പ്രതിപക്ഷ നേതാവ് ദേശവിരുദ്ധമായി പെരുമാറുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം ലൈറ്റായിട്ട് ഉന്നയിക്കാനും കഴിയില്ല, ലൈറ്റായിട്ട് അതിനെ കാണാനും കഴിയില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ ഒരു കൺവിക്ഷൻ ഉണ്ടാവുക, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. കേവല ആരോപണം എന്ന രീതിയിലത്തേക്ക് ഒരാളിനെ രാഷ്ട്രീയമായി ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ദേശവിരുദ്ധതയൊന്നും ആരോപിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിൻ്റെ അടിക്കേണ്ട പടി ആരുടെ കയ്യിലാണ്? BJPയുടെ കയ്യിലാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തണമെങ്കിൽ അന്വേഷണം നടത്തുന്നതിനോ OCCRPയുടെ ഇന്ത്യ വിരുദ്ധ താല്പര്യങ്ങൾക്കെതിരെയോ ജോർജ് സോറോസിൻ്റെ ഇന്ത്യ വിരുദ്ധ താല്പര്യങ്ങൾക്കെതിരെയോ അന്വേഷണം നടത്തുന്നതിനോ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ടോ വ്യക്തികളുമായിട്ടോ അവർ ലൈസ് ചെയ്തിട്ട് അവരുടെ താല്പര്യങ്ങൾ ഫർദർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുക, അതിൻ്റെ കൃത്യമായ ഇൻ്റലിജൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ്. അപ്പോൾ അതിൽ ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. അത് ഉണ്ടാകേണ്ടത് അവരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇത് കോയിൻസിഡൻസ് ആയിട്ട് വേണമെങ്കിൽ പറയാം. കാരണം ഈ പെഗാസസ് ഡീൽ എന്ന് പറയുന്നത് പോലും OCCRPയിൽ മാത്രമല്ല മറ്റു പല മാധ്യമങ്ങളിലും വന്നിരുന്നു. അതേപോലെ തന്നെ ഈ കോവാക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും മറ്റു മാധ്യമങ്ങളിൽ വന്നിരുന്നു. അപ്പോൾ ഇവരെ സിംഗിൾ ഔട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് അവരും രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ അവരും കോൺഗ്രസും ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഈ കറക്റ്റ് ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരാനായിട്ട് വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രധാനം. ഇപ്പോൾ BJP തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം OCCRPയുടെ പല ഫംഗ്ഷണറീസിനോടൊപ്പം രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ കുറച്ചുകൂടി പ്രസക്തമാകും. എങ്കിൽ അതിൽ അന്വേഷണം വേണമെങ്കിൽ അതിന് അന്വേഷണം വേണം. അതേപോലെ ഡൽഹി റൈറ്റ്സ് നടക്കുന്ന സമയത്ത് ഈ ഷർജീൽ ഇമാമിന് പണം നൽകിയിരിക്കുന്നത് OCCRPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില ആൾക്കാരാണ് എന്നും അപ്പോൾ ഇവിടെ കലാപങ്ങൾ ഉണ്ടാക്കുക എന്ന രീതിയിലത്തേക്ക് OCCRPക്ക് ജോർജ് സോറോസിനൊക്കെ തന്നെ താല്പര്യങ്ങളുണ്ട് എന്നും അതിനു വേണ്ടിയിട്ട് ഇവർ ആൾക്കാരെ കണ്ടെത്തി, ഷർജീൽ ഇമാമിനെ പോലെയുള്ള ആൾക്കാരെ കണ്ടെത്തി അവരെ സ്പോൺസർ ചെയ്ത് അവർക്ക് പണം കൊടുക്കുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണമുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് അന്വേഷിക്കാനായിട്ട് നമ്മുടെ ഡൽഹി പോലീസുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുണ്ട്, NIA ഉണ്ട്.
ഇങ്ങനെയുള്ള ആൾക്കാരുടെ അന്വേഷണ പരിധിയിലേക്ക് അത് വരാവുന്ന കാര്യവുമാണ്. അതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ടാണോ ഇവർ പറയുന്നത് എന്നറിയില്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളെ ചേർത്തുകൊണ്ട് സമഗ്രമായിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കുകയും ദേശവിരുദ്ധമായിട്ട് ഏതെങ്കിലും വ്യക്തിയോ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമമോ ഒരു രാജ്യമോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള കൃത്യമായിട്ടുള്ള ഒരു പൊസിഷൻ ഗവൺമെൻറ് എടുക്കുക എന്ന് പറയുന്നതിന് ഗവൺമെൻറ്റിനെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മന്ത്രിസഭയുടെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് ഒരു ഭാഗത്ത് വിദേശകാര്യ മന്ത്രി അത് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനേക്കാൾ കൂടുതലായിട്ട് മറ്റെന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജോർജ് സോറോസ് ഫണ്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് അരവിന്ദ് കെജ്രിവാളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പല സ്ഥാപനങ്ങളും ജോർജ് സോറോസിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതാണ് എന്ന രീതിയിലേക്കൊക്കെ നമ്മളിങ്ങനെ വാർത്തകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ സോറോസിൻ്റെ താല്പര്യം ഇന്ത്യ വിരുദ്ധമാണെന്നോ OCCRPയുടെ താല്പര്യം ഇന്ത്യ വിരുദ്ധമാണ്, BJP വിരുദ്ധമെന്നല്ല ഞാൻ പറയുന്നത്, ഇന്ത്യ വിരുദ്ധമാണ് എന്ന രീതിയിലത്തേക്ക് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ സോറോസിൻ്റെ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മുഴുവനും റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സോറോസുമായിട്ട് മറ്റ് കരാറുകളിൽ ഏർപ്പെടാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയും ഇന്ത്യയിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാനും നയരൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും റെസ്ട്രെയിൻഡ് ഓർഡറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടുന്നതിന് വേണ്ടിയിട്ടും കേന്ദ്ര സർക്കാർ സജ്ജമാണ്. അപ്പോൾ ആ ഒരു അവരുടെ പവർ അവർ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്ന്, ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉത്തരവാദിത്വം ഉണ്ടാകണം. ഈ ആരോപണങ്ങൾ കേൾക്കുന്ന പാർട്ടിക്കാരുടെ ഭാഗത്ത്, അതായത് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വിശദീകരണം ഉണ്ടാകണം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയതിനു ശേഷം ഇതിൻ്റെ നെല്ലും പതിരും വേർതിരിച്ചെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.